നമസ്കാരം. മണിപ്പൂരിൽ വീണ്ടും പ്രക്ഷോഭം തുടങ്ങിയിരിക്കുകയാണ്. കുറച്ചു മാസമായി ഒരു സമാധാനമായ ഒരു അന്തരീക്ഷമായിരുന്നു മണിപ്പൂരിലെ ജനങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നത്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ നേതൃത്വത്തിലും അതോടൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിലും കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗമായ ഇന്റലിജൻസ് ബ്യൂറോയുടെ നേതൃത്വത്തിലും അവരുടെ മേധാവിയുടെ നേതൃത്വത്തിലും മണിപ്പൂരിൽ ചർച്ച നടത്തി ക്രമസമാധാനം ഉറപ്പാക്കിയിരുന്നു. പക്ഷേ അവിടെ നിലവിൽ 2 ദിവസത്തിനു മുമ്പ് ഒരു ഡ്രോൺ ആക്രമണം ഉണ്ടാകുകയും അതിൽ 2 പേർ മരണപ്പെടുകയും അതോടൊപ്പം തന്നെ കുറച്ചു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇംഫാൽ വെസ്റ്റ് മേഖലയിൽ കൗത്തിർ ഗ്രാമത്തിലാണ് ഡ്രോൺ ആക്രമണം ഉണ്ടായത്. ആക്രമണത്തെ മണിപ്പൂർ സർക്കാർ ശക്തമായി അപലപിക്കുകയും കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് സർക്കാർ ഉറപ്പു നൽകിയതാണ്. ഇത്തരം തീവ്രവാദ ശ്രമങ്ങളെ ഗൗരവത്തോടെയാണ് സർക്കാർ കാണുന്നതെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. സംസ്ഥാനത്ത് സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നതായും സംസ്ഥാന സർക്കാർ തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാൻ അടിയന്തര നടപടി സ്വീകരിച്ചതായി വീരേന്ദർ സിംഗ് സർക്കാർ അറിയിച്ചിരിക്കുന്നു. യുദ്ധമുഖത്ത് കാണുന്ന തരത്തിലുള്ള ഹൈടെക് ഡ്രോണുകൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണം നടത്തിയത്. കുക്കി തീവ്രവാദികളാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് സംസ്ഥാന സർക്കാരും കേന്ദ്രവും സംശയിക്കുന്നത്. RGPകളും ഡ്രോണുകളും ആക്രമണത്തിലുണ്ടായിരുന്നതായാണ് പറയുന്നത്. ഡ്രോൺ ഉപയോഗിച്ച് പോലീസിനും സാധാരണക്കാർക്കും നേരെ ആക്രമണം നടത്തുന്നത് തീർത്തും ഒരു പുതിയ കാര്യമാണെന്ന് മണിപ്പൂർ പോലീസ് തന്നെ വ്യക്തമാക്കുന്നു. മണിപ്പൂർ പോലെ ഒരു സംസ്ഥാനത്ത് അധികം വിദ്യാഭ്യാസമില്ലാത്ത ഒരു സംസ്ഥാനത്ത് ഡ്രോൺ ഉപയോഗിച്ച് ഒരു ആക്രമണം നടത്തണമെങ്കിൽ അവിടുത്തെ ജനങ്ങൾക്ക് പുറത്തുനിന്ന് ഒരു സഹായം ലഭിച്ചിരിക്കണം എന്ന കാര്യത്തിൽ ഉറപ്പാണ്. ഈ സാധ്യത ഒന്നും തന്നെ കേന്ദ്ര സർക്കാർ തള്ളിക്കളയുന്നില്ല. മണിപ്പൂരിലെ സോഫ്റ്റ്വെയർ മേഖലയിൽ ജോലി ചെയ്യുന്ന പ്രൊഫഷണലുകൾക്ക് ഈ ആക്രമണത്തിൽ പങ്കുണ്ട് എന്ന് പോലീസ് തന്നെ സംശയിക്കുന്നുണ്ട്. അവർക്ക് സാങ്കേതിക സഹായം എവിടെ നിന്നോ ലഭിച്ചിട്ടുണ്ടാകാം. ഈ സാധ്യതകളും മണിപ്പൂർ പോലീസ് തള്ളിക്കളയുന്നില്ല. കൃത്യമായി എല്ലാ കാര്യങ്ങളും പരിശോധിക്കുന്നുണ്ടെന്നും പോലീസ് തന്നെ അറിയിച്ചിരിക്കുകയാണ്. പോലീസ് സേന മൊത്തം ജാഗ്രതയോടെയാണ് ഇരിക്കുന്നത്. ഏത് സമയവും വീണ്ടും സംഘർഷം തള്ളിക്കളയാൻ ആകില്ല എന്ന് സർക്കാരും പോലീസും പറയുന്നുണ്ട്. അതേസമയം ആക്രമണം സമാധാനമായ ഒരു ശ്രമത്തിലേക്ക് വലിയ തിരിച്ചടിയായി. പുറത്തുനിന്നുള്ളവരുടെ പിന്തുണ അടക്കം പോലീസ് ഇക്കാര്യത്തിൽ സംശയിക്കുന്നുണ്ട്. റോക്കറ്റ് ലോഞ്ചുകളും ഡ്രോണുകളും എല്ലാം വന്നതോടെ സംഘർഷം ആളിക്കത്തിക്കാനുള്ള ശ്രമമായിട്ടാണ് പോലീസ് കരുതുന്നത്. കുക്കി വിഭാഗത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകളുടെ നീക്കങ്ങളാണ് നിലവിൽ പോലീസ് സംശയിക്കുന്നത്. എന്തായാലും വിദേശത്തു നിന്ന് സഹായം ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും അതോടൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കം ഇന്നലെ രാത്രി ചർച്ച നടത്തുകയും മണിപ്പൂരിലേക്ക് NSG അതായത് നാഷണൽ സെക്യൂരിറ്റി ഗാർഡിനെ അയക്കുകയും ചെയ്ത്. നിലവിൽ മണിപ്പൂരിൽ പട്ടാളമുണ്ട് എങ്കിലും ഡ്രോൺ ആക്രമണം ഉണ്ടായ സാഹചര്യത്തിൽ ഇനിയൊരു ഡ്രോൺ ആക്രമണം ഉണ്ടായാൽ അതിനെ തടയാൻ കഴിയുന്നത് NSGക്ക് മാത്രമായിരിക്കും. കാരണം NSG കമാൻഡോയുടെ കീഴിൽ ഡ്രോൺ ആക്രമണം തടയാനുള്ള പ്രതിരോധിക്കാൻ ഒരു അത്യാധുനിക സംവിധാനം തന്നെ അവരുടെ കയ്യിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്രം NSGയെ തന്നെ മണിപ്പൂരിലേക്ക് അയച്ചിരിക്കുന്നത്. കൂടാതെ റോയും IB അടക്കം വലിയ തോതിൽ ഈ ഡ്രോൺ എവിടെ നിന്നാണ് വന്നു എന്നത് അടക്കം അന്വേഷിക്കുന്നുണ്ട്. മൊത്തമായും കേന്ദ്ര സർക്കാർ ഒരു സംശയത്തിൽ നിൽക്കുന്നത് പാകിസ്ഥാനിൽ നിന്നോ അല്ലെങ്കിൽ ചൈനയിൽ നിന്നോ അമേരിക്കയിൽ നിന്നോ ആകാം ഡ്രോൺ എത്തിയത് എന്നൊരു സങ്കല്പമാണ്, ഒരു സംശയമാണ് IBക്കും റോയ്ക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ അമേരിക്കയിലേക്കും ഒരു അന്വേഷണത്തിലേക്ക് അവർ നീളുന്നത്. കാരണം കുറച്ച് മാസങ്ങളായി, അതായത് 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ അമേരിക്ക നമ്മുടെ ഇന്ത്യയുടെ ഓരോ കാര്യങ്ങളിലും അനാവശ്യമായിട്ട് തന്നെ ഓരോ കാര്യങ്ങളിലും ഇടപെടുന്നതും ഒരു വലിയൊരു കലാപം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതും ഒരു സംശയം നമ്മുടെ കേന്ദ്ര സർക്കാരിന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മണിപ്പൂരിലെ കലാപം വീണ്ടും ആളിക്കത്തിക്കാനുള്ള ഒരു ശ്രമം അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ടോ എന്നൊരു സംശയവും നമ്മുടെ കേന്ദ്ര സർക്കാരിനുണ്ട്. അതുകൂടാതെ തന്നെ ചൈന ഇതിന്റെ പിന്നിൽ ചൈനയുടെ എന്തെങ്കിലും ഒരു വൻ ശക്തികളുണ്ടോ എന്നും കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ മൂന്ന് രാജ്യങ്ങളെയും, അമേരിക്ക, ചൈന, പാകിസ്ഥാൻ, ഈ 3 രാജ്യങ്ങളെയും സംശയത്തോടു കൂടിയാണ് ഇന്ത്യ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ മണിപ്പൂരിൽ NSG കമാൻഡോ ഇറങ്ങിയതോടുകൂടി അവിടെ കർശനമായ സുരക്ഷാ പരിശോധനയാണ്. മണിപ്പൂരിലേക്ക് സുരക്ഷ നടത്തിയതിനു ശേഷമാണ് ഓരോ വാഹനങ്ങളായിരുന്നാലും ഓരോ വ്യക്തികളെ പോലും അതിർത്തിയിലേക്ക് കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ കുക്കി വിഭാഗമോ അല്ലെങ്കിൽ മേത്തി വിഭാഗമോ ഏതെങ്കിലും തരത്തിലൊരു ആക്രമണം മണിപ്പൂരിൽ നടത്തിയാൽ അപ്പോൾ തന്നെ അവരെ വെടിവെച്ച് കൊല്ലാനുള്ള ഒരു ഓർഡറും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം NSG കമാൻഡേഴ്സിന് നൽകിയിട്ടുണ്ട് എന്നതാണ് വ്യക്തമാക്കുന്നത്.